സംസാരിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ വെറുതെ സ്ത്രീധന നിരോധന നിയമം പ്രാബല്യത്തിൽ വന്നു എന്ന് പറയുന്നതും 1961 സ്ത്രീധന നിരോധന നിയമം പ്രാബല്യത്തിൽ വന്നത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഭയങ്കരമായിട്ടൊരു മാറ്റമാണ്. ഭയങ്കര ബുദ്ധിജീവിയല്ലേ, വർഷങ്ങളൊക്കെ വെച്ചാൽ സംസാരിക്കുന്നത്. സംസാര ഭാഷയിൽ എപ്പോഴും വർഷങ്ങൾ ആഡ് ചെയ്യാനുള്ള ശ്രമം ബോധപൂർവം നടത്തുക. നിങ്ങളെല്ലായിടത്തും മുന്നിൽ ആൾക്കാരെ നിർത്തും, അവർ ബാക്കിൽ നിൽക്കും. ഏത് വർഷം ചോദിച്ചാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു തരത്തിലേക്ക് ആ വിവരം തന്നെ ചോദിക്കട്ടെ നമ്മളോട്. 1903 SNDP സ്ഥാപിതമായി. ഡോക്ടർ പൽപു SNDPയുടെ വൈസ് പ്രസിഡന്റായി, കുമാരനാഥൻ SNDPയുടെ സെക്രട്ടറിയായി. റൈറ്റ് സഹോദരന്മാർ ആദ്യമായി വിമാനം പറത്തി. മേരി ക്യൂറിക്ക് നൊബേൽ സമ്മാനം. 1970 മനത്ത് പത്മനാഭൻ അന്തരിച്ചു. പനമ്പിള്ളി ഗോവിന്ദമേനോൻ അന്തരിച്ചു. പട്ടം താമിപിള്ള അന്തരിച്ചു. CV രാമൻ അന്തരിച്ചു. ഇന്ത്യയിൽ ദ്രവിഡ വിപ്ലവം ആരംഭിച്ചു. 1924 വൈക്കം സത്യാഗ്രഹം. കുമാരനാഥൻ അന്തരിച്ചു. ലെനിൻ അന്തരിച്ചു. ചട്ടമ്പി സമാധിയായി. ഗാന്ധിജി കോൺഗ്രസിന്റെ പ്രസിഡന്റായി. 1936 AKGയുടെ പട്ടിയും ജാഥ. ക്ഷേത്ര പ്രവേശന വിളംബരം. കൊച്ചി മേജർ തുറമുഖമായ റുഡ്യാർഡ് കിപ്ലിംഗ് അന്തരിച്ചു. മാക്സിം ഗോർക്കി അന്തരിച്ചു. ശരി. 1951 ഏഷ്യൻ ഗെയിംസ് ആരംഭിച്ചു. മിസ് വേൾഡ് മത്സരം ആരംഭിച്ചു. ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തു. സരാഫ് ചന്ദ് മ്യൂസിയം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ബഷീറിന്റെ 8 ഉപാപങ്ങൾ ആരുണ്ടായിരുന്നു പ്രസിദ്ധീകരിച്ചു. KPSC അവരുടെ ആദ്യ നാടകം അവതരിപ്പിച്ചു. 1958 നാസ രൂപീകൃതമായി. കേരളത്തിലെ ആദ്യ ഹോമിയോ ഡിസ്പെൻസറി രൂപീകൃതമായി. ഡോക്ടർ ശിവഗോ എന്ന നോവൽ പ്രസിദ്ധീകരിച്ചു. വള്ളത്തോൾ അന്തരിച്ചു. 1905 ബംഗാൾ വിഭജനം. സ്വദേശി പ്രസ്ഥാനം. എസ് രാധാകൃഷ്ണൻ ജനിച്ചു. ഹോക്കി മാന്ത്രികൻ ധ്യാൻ ചന്ദ് ജനിച്ചു. അതുപോലെ നമുക്ക് ഏത് വർഷവും പഠിച്ചു. ഇതുപോലെ നിങ്ങൾക്ക് പഠിച്ചിട്ട് ഇതുപോലെ പറയണമെന്ന് ആഗ്രഹമുണ്ടോ? ഞാൻ ആഗ്രഹത്തിനനുസരിച്ചാണ് സഞ്ചരിക്കുക, അല്ലാതെ എനിക്കനുസരിച്ച് സഞ്ചരിക്കില്ല. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും, ഇതുപോലെ പറയുന്ന ആഗ്രഹം ഉണ്ടാവും. ഈ ക്ലാസ് തീരുമ്പോഴേക്ക് അങ്ങനെ സംഭവിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ഫീസ് വാങ്ങൂല. പോലെ ഫീസ് വാങ്ങൂല. അപ്പൊ നിങ്ങൾ ഒരു സംഘടനയുടെ ആൾക്കാരാണല്ലോ. നിങ്ങൾ എന്ത് ചെയ്യുന്നറിയാം? പരസ്പരം എന്നൊരു കാര്യം ചെയ്യാം, നമുക്കിത് പഠിച്ചിട്ട് ഫീസ് കൊടുക്കുകയും വേണ്ട, പഠിക്കുകയും ചെയ്യാം. ആ പരിപാടിയാണെങ്കിൽ